CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് തുടരും 39-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 4 പുതുമുഖങ്ങളെയും തെരഞ്ഞെടുത്തു. CPIMനെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെ അതിജീവിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് CV വർഗീസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ CV വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഭാവി പ്രവർത്തനങ്ങൾ? ഭാവി പ്രവർത്തനങ്ങൾ ഒന്ന്, പാർട്ടിയെ കൂടുതൽ ശക്തിമത്തായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പാർട്ടിയുടെ ബഹുജന സ്വാധീനം അനുദിനമായി ശക്തിപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ്. മാത്രമല്ല, പാർട്ടിക്ക് നേരെ വലിയ അപവാദ പ്രചരണങ്ങൾ, കള്ളപ്രചാര വേലയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇടതുപക്ഷ വിരുദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമമുണ്ട്. അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ ജില്ലയ്ക്ക് നൽകിയിട്ടുള്ള അകമഴിഞ്ഞ പിന്തുണയും സഹായമുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് ഇടുക്കി ജില്ലയുടെ പശ്ചാത്തല മേഖലയുടെ വികസനം, ആരോഗ്യ മേഖലയുടെ പുരോഗതി, വിദ്യാഭ്യാസ മേഖലയുണ്ടായ പുരോഗതി, സമാധാനപരമായ ജീവിതത്തിന് അന്തരീക്ഷം ഉയർന്നു വന്നത്, അതിനെല്ലാം ഊന്നൽ നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം, വരുന്ന 8 മാസക്കാലത്തിന് ശേഷം വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ന് ജില്ലാ പഞ്ചായത്ത്, 8 ബ്ലോക്ക് പഞ്ചായത്ത്, 29 ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മേഖലയുണ്ട്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്നുള്ളതിനേക്കാൾ ശക്തി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന നിലപാടെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് അവശേഷിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്നത്, ഇന്ന് മറയൂരിൽ ഒരു ഗതഭാഗ്യനെ ആന ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരമുണ്ട്. ആ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വന്യജീവി ആക്രമണത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ജില്ലയിലെ ഒട്ടേറെ ഭൂപ്രശ്നങ്ങൾ LDF ഗവൺമെൻറ് പരിഹരിച്ചു. എന്നാൽ ഇനി അവശേഷിക്കുന്ന കെട്ടിട നിർമ്മാണ ചട്ടം, ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. ആ വിഷയം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി വരുന്ന 11-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത് പരിഹരിക്കപ്പെടണം. CPIM ശക്തിപ്പെടുക മാത്രമല്ല, അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയും ഔപാർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതാണ് CV വർഗീസ് പറയുന്നത്. ഈ ജില്ലയിലെ ഈ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആവശ്യമായുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് CPM കടക്കും എന്നുള്ളതാണ് CV വർഗീസ് വ്യക്തമാക്കുന്നത്.